ഹലോ കൂട്ടുകാരെ, നമസ്കാരം. അപ്പൊ ഒരു കിടിലൻ ചിക്കൻ കറി പെട്ടെന്ന് അങ്ങനെ ഉണ്ടാക്കാൻ നോക്കാം. 250 ഗ്രാം ചിക്കൻ കഴുകി വൃത്തിയാക്കിയത് ഒരു കുക്കറിലോട്ട് അങ്ങോട്ട് ഇട്ട് കൊടുക്കുക. അതിനുശേഷം 3 വലിയ വലിയുള്ളി ഇതുപോലെ മുറിച്ചെടുത്തും കൂടി അങ്ങ് ഇട്ട് കൊടുക്കുക. അതിനുശേഷം ഒരു വലിയ തക്കാളി ഇതുപോലെ നീളത്തിൽ മുറിക്കണം, വേറെ രീതിയിൽ മുറിക്കാൻ പാടില്ല. പിന്നെ ഒരു കഷ്ണം ഇഞ്ചിയും ഒരു 5-10 വെളുത്തുള്ളിയും കൂടി ചതച്ചത് ഇട്ട് കൊടുക്കുക. 5 പച്ചമുളക് നെടുകെ കീറിയത് ഇട്ട് കൊടുക്കുക. 2 ടേബിൾ സ്പൂൺ മുളക് പൊടി ഇട്ട് കൊടുക്കുക. 1 ടീസ്പൂൺ അളവിന് മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കുക. അതിനുശേഷം ആവശ്യത്തിനുള്ള ഉപ്പ് കൂടി ചേർത്ത് കൊടുക്കുക. ഉപ്പ് ചേർത്ത് കൊടുത്തതിന് ശേഷം അപ്പൊ വീഡിയോ ആരെങ്കിലും ആദ്യമായിട്ട് കാണുന്നതാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് കേട്ടോ. കുറച്ച് ഒരു 2 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കുക. 1 ടേബിൾ സ്പൂൺ അളവിന് കുരുമുളക് പൊടി, അധികം പൊടിയാത്ത പൊടിയായിരിക്കണം. എന്നിട്ട് ഒരു കപ്പിൽ വെള്ളം കൂടി ഒഴിച്ചു കൊടുത്തിട്ട് ഒന്ന് നന്നായിട്ടൊന്ന് ഞെരടി ഒന്നത് അങ്ങനെ ഇതുപോലെ ഒന്ന് ആക്കി കൊടുക്കുക. ഇത് ഭയങ്കര ടേസ്റ്റുള്ള കറിയാട്ടോ. എന്നിട്ടൊന്ന് ഗ്യാസ് ഓൺ ചെയ്യുക. ഹൈ ഫ്ലെയിമിൽ കുക്കറിലൊരു 3 വിസിലങ്ങോട്ട് അടിക്കട്ടെ കേട്ടോ. അപ്പൊ ഇതാ കുക്കർ വെച്ച് കൊടുത്തിട്ടുണ്ട്. 3 വിസില് അടിഞ്ഞതിന് ശേഷം ഒന്ന് പൈപ്പിന്റെ ചോട്ടിൽ വെച്ചിട്ട് ചൂടോടെ തന്നെ തുറന്നെടുക്കുക. എന്നിട്ട് വീണ്ടും ഒന്ന് ഗ്യാസ് കത്തിച്ചു കൊടുക്കുക. എന്നിട്ട് 2-3 തണ്ട് കറിവേപ്പില കൂടി ഒന്ന് ഇട്ട് കൊടുത്തൊന്ന് ഇങ്ങനെ ഒന്ന് ഇളക്കി ഒന്ന് ചേർത്തെടുക്കുക. ഉള്ളിയെല്ലാം നന്നായിട്ട് വെന്ത് കിട്ടും. എന്നിട്ട് ഹൈ ഫ്ലെയിമിൽ തന്നെ അതൊന്ന് കുറച്ചുകൂടി ഒന്ന് കുറുക്കിയെടുക്കുക. മൂടേണ്ട ആവശ്യമില്ല കുക്കർ ഇട്ടോ. അതൊന്ന് വെട്ടി തിളക്കട്ടെ. എന്നിട്ട് ഉപ്പൊന്ന് പാകം നോക്കുക. പാകം നോക്കിയതിന് ശേഷം ഉപ്പിന്റെ ഒരു പോരായ്മ ഉണ്ടെങ്കിൽ കുറച്ചും കൂടി ഒന്ന് ഇട്ട് കൊടുക്കുക. ഇത്രയാണ് നമ്മളെ ചിക്കൻ കറീന്റെ പരിപാടി. അപ്പൊ ഇതുപോലെ എല്ലാവരും ഒന്ന് ഉണ്ടാക്കുക. വീഡിയോ ഷെയർ ചെയ്യാനും മറക്കരുത്, ലൈക്ക് ചെയ്യാൻ മറക്കരുത്. അപ്പൊ ഇൻഷാ അല്ലാഹ് അടുത്തൊരു വീഡിയോ ആയിട്ട് കാണും വരേക്കും ഞാൻ പോട്ടെ. അപ്പൊ ചിക്കൻ കറി നല്ല മണമുണ്ട് കേട്ടോ, കിടിലൻ മണാണ്. അപ്പൊ ഇത്രയാണ് ചിക്കൻ കറിക്കുള്ള പണിയുള്ളൂ. അപ്പൊ ടാറ്റ.